ഈ അടയാളങ്ങൾ കാണുന്നുണ്ടോ? ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നമസ്കാരം. ജീവിതത്തിൽ എപ്പോഴെങ്കിലും വല്ലാത്തൊരു ഒറ്റപ്പെടൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ചുറ്റും ആൾക്കൂട്ടമുണ്ടായിട്ടും സ്വന്തമെന്ന് പറയാൻ ആരുമില്ലാത്ത അവസ്ഥ. പ്രശ്നങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി തിരമാലകൾ പോലെ വരുമ്പോൾ, ദൈവമേ, നീ എവിടെയാണ്? നീ ഇതൊന്നും കാണുന്നില്ലേ എന്ന് ആകാശത്തേക്ക് നോക്കി ചോദിച്ചു പോയ നിമിഷങ്ങൾ. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ ഇത് കാണുന്നതും കേൾക്കുന്നതും അത്തരമൊരു മാനസികാവസ്ഥയിലായിരിക്കാം. എങ്കിൽ നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. അത് വെറുമൊരു വാക്കല്ല, ഒരു സത്യമാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. നമ്മൾ പലപ്പോഴും കരുതുന്നത് ദൈവം നേരിട്ട് വന്ന് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും എന്നാണ്. എന്നാൽ പ്രപഞ്ചശക്തി അല്ലെങ്കിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് നിശബ്ദതയിലൂടെയും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ചില ചെറിയ സംഭവങ്ങളിലൂടെയുമാണ്. ഇവയെയാണ് നമ്മൾ അടയാളങ്ങൾ എന്ന് വിളിക്കുന്നത്. ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തയ്യാറാകുമ്പോൾ ഗുരു പ്രത്യക്ഷപ്പെടും എന്ന്. അതുപോലെ നിങ്ങളുടെ മനസ്സ് ശാന്തമാകുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചറിയാൻ സാധിക്കൂ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അത്തരം ചില ഗഹനമായ അടയാളങ്ങളെക്കുറിച്ചാണ്. ഈ അടയാളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, ഏത് കൊടുങ്കാറ്റിലും നിങ്ങൾക്ക് തുണയായി ആ അദൃശ്യശക്തി കൂടെയുണ്ട്. നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുന്നതിനു മുൻപ് ഒരു ചെറിയ കാര്യം. ഈ ലോകത്ത് യാദൃച്ഛികമായൊന്നും സംഭവിക്കുന്നില്ല. നിങ്ങളിപ്പോൾ ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഈശ്വരനിൽ വിശ്വാസമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പ്രപഞ്ചശക്തിയിൽ വിശ്വാസമുണ്ടെങ്കിൽ, ഈ വീഡിയോയോടുള്ള നിങ്ങളുടെ ഇഷ്ടം ഇപ്പോൾ തന്നെ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഓരോ പ്രതികരണവും ഞാൻ കേൾക്കുന്നു എന്ന നിങ്ങളുടെ മനസ്സിന്റെ അറിയിപ്പാണ്. അത് താഴെ എഴുതി അറിയിക്കുകയും ചെയ്യാം. ശരി, നമുക്ക് ആഴത്തിൽ ചിന്തിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ നമ്മൾ പലപ്പോഴും അവഗണിക്കുന്നതുമായ ആദ്യത്തെ അടയാളം ഇതാണ്. 1. ഉള്ളിന്റെ ശബ്ദം അഥവാ അവബോധം. നിങ്ങളുടെ ജീവിതത്തിൽ നിർണായകമായൊരു തീരുമാനമെടുക്കേണ്ടി വരുന്ന സമയം. യുക്തി വെച്ച് നോക്കുമ്പോൾ എല്ലാം ശരിയാണെന്ന് തോന്നും. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ എവിടെയോ ഒരു അസ്വസ്ഥത. ഇത് ചെയ്യരുത് എന്ന് ആരോ ഉള്ളിൽ നിന്ന് മന്ത്രിക്കുന്നതുപോലെ. അല്ലെങ്കിൽ യുക്തിക്ക് നിരക്കാത്ത കാര്യമാണെങ്കിലും ഇതാണ് ശരി, ഇത് ചെയ്യൂ എന്ന് മനസ്സ് പറയും. ഇതിനെയാണ് നമ്മൾ അവബോധം എന്ന് വിളിക്കുന്നത്. ഇത് വെറുമൊരു തോന്നലല്ല, ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന ഭാഷയാണത്. ബുദ്ധമതത്തിൽ ഇതിനെ വളരെ പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. മനസ്സിന്റെ കോലാഹലങ്ങൾ അടങ്ങുമ്പോൾ കേൾക്കുന്ന സത്യത്തിന്റെ ശബ്ദമാണത്. പലപ്പോഴും വലിയ അപകടങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത് ഈ ശബ്ദമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും വണ്ടി ഓടിക്കുമ്പോൾ പെട്ടെന്ന് വേഗത കുറയ്ക്കാൻ തോന്നിയിട്ടുണ്ടോ? തൊട്ടടുത്ത നിമിഷം വലിയൊരു അപകടം മുന്നിൽ കണ്ടിട്ടുണ്ടാകാം. ആരാണ് നിങ്ങളോട് വണ്ടി നിർത്താൻ പറഞ്ഞത്? അത് നിങ്ങളുടെ കൂടെയുള്ള ആ ദൈവീക സാന്നിധ്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ 6ാം ഇന്ദ്രിയം പറയുന്ന കാര്യങ്ങളെ ഒരിക്കലും അവഗണിക്കരുത്. അത് ദൈവത്തിന്റെ വഴികാട്ടലാണ്. 2. തടസ്സങ്ങൾ ഒരു സംരക്ഷണമായി മാറുമ്പോൾ. ഇത് കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നാം. ഇങ്ങനെയാണ് പരാജയങ്ങൾ ദൈവത്തിന്റെ അടയാളമാകുന്നത്. നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ച ഒരു ജോലി കിട്ടാതെ പോകുന്നു, അല്ലെങ്കിൽ ജീവന് തുല്യം സ്നേഹിച്ച ഒരാൾ നമ്മളെ വിട്ടുപോകുന്നു. ആ നിമിഷം നമ്മൾ തകർന്നു പോകും, ദൈവത്തെ പഴിക്കും. എന്നാൽ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, അന്ന് ആ ജോലി കിട്ടാതിരുന്നത് നന്നായി, അല്ലെങ്കിൽ ആ വ്യക്തി പോയത് നന്നായി എന്ന്. കാരണം അതിലും മികച്ച ഒന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ വലിയൊരു ചതിക്കുഴിയിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിച്ചതാകാം. ഒരു വാതിൽ അടയുമ്പോൾ ദൈവം മറ്റൊരു വാതിൽ തുറക്കുന്നു എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ചിലപ്പോൾ ദൈവം നിങ്ങളുടെ വഴിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല, മറിച്ച് തെറ്റായ വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കാതിരിക്കാനാണ്. നഷ്ടങ്ങൾ പലപ്പോഴും വലിയ നേട്ടങ്ങളിലേക്കുള്ള വഴിമാറ്റങ്ങളാണ്. അതിനാൽ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടക്കുന്നില്ലെങ്കിൽ ഓർക്കുക, ദൈവം ഗംഭീരമായ മറ്റെന്തോ പദ്ധതി നിങ്ങൾക്കായി ഒരുക്കുന്നുണ്ട്. 3. ആവർത്തിച്ച് കാണുന്ന സംഖ്യകളും ലക്ഷണങ്ങളും. നിങ്ങൾ എപ്പോഴെങ്കിലും സമയം നോക്കുമ്പോൾ ഒരേ സംഖ്യകൾ ആവർത്തിച്ചു കാണാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിൽ വിചാരിക്കുമ്പോൾ അതേക്കുറിച്ച് എവിടെ നിന്നെങ്കിലും, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ സംസാരിക്കുന്നതോ കേൾക്കാറുണ്ടോ? ഇതിനെയാണ് പ്രപഞ്ചത്തിന്റെ താളം എന്ന് പറയുന്നത്. പ്രപഞ്ചം നിങ്ങളോട് സംവദിക്കുന്ന രീതിയാണിത്. നിങ്ങൾ ശരിയായ പാതയിലാണ് സഞ്ചരിക്കുന്നത് എന്നതിന്റെ സൂചനയാണിത്. പ്രത്യേകിച്ച് നിങ്ങൾ നിരാശനായിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ചിത്രശലഭത്തെ കാണുകയോ, അല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു പാട്ട് എവിടെ നിന്നെങ്കിലും കേൾക്കുകയോ ചെയ്യുന്നത് യാദൃച്ഛികമല്ല. ഞാൻ കൂടെയുണ്ട് എന്ന് പ്രകൃതി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന നിമിഷങ്ങളാണത്. ഇത് അന്ധവിശ്വാസമല്ല, മറിച്ച് ഊർജ്ജത്തിന്റെ തലത്തിലുള്ള ആശയവിനിമയമാണ്. നിങ്ങളുടെ മനസ്സ് ഏത് തരംഗത്തിലാണോ നിൽക്കുന്നത്, അതേ തരംഗത്തിലുള്ള കാര്യങ്ങളെ നിങ്ങൾ ആകർഷിക്കും. 4. അകാരണമായ സമാധാനം. ജീവിതം ആകെ പ്രശ്നങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കടബാധ്യതകൾ, ആരോഗ്യപ്രശ്നങ്ങൾ, കുടുംബവഴക്കുകൾ. യുക്തിപരമായി ചിന്തിച്ചാൽ നിങ്ങൾ തകർന്നു തരിപ്പണമാകേണ്ട സമയമാണ്. പക്ഷേ പെട്ടെന്നൊരു ദിവസം രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുന്നത് വല്ലാത്തൊരു ശാന്തതയോടെയായിരിക്കും. പ്രശ്നങ്ങൾ ഒന്നും മാറിയിട്ടില്ല,
പക്ഷേ നിങ്ങളുടെ മനസ്സ് ശാന്തമാണ്. എല്ലാം ശരിയാകും എന്നൊരു ഉറപ്പുള്ളിൽ അനുഭവപ്പെടുന്നു. ബുദ്ധൻ പഠിപ്പിച്ച നിർവ്വാണം എന്ന അവസ്ഥയുടെ ഒരു ചെറിയ പതിപ്പാണിത്. കൊടുങ്കാറ്റിന് നടുവിലും അനുഭവപ്പെടുന്ന ഈ ശാന്തത ദൈവം നിങ്ങളെ ചേർത്തുപിടിച്ചിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. നിങ്ങളുടെ ഭാരം ദൈവം ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് ഇതിനർത്ഥം. നിങ്ങളുടെ നിയന്ത്രണത്തിന് അപ്പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് ആകുലപ്പെടാതെ ഒഴുക്കിനൊത്ത് നീങ്ങാൻ നിങ്ങളുടെ ആത്മാവ് പഠിച്ചിരിക്കുന്നു. ഇവിടെ ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം. ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? പ്രത്യേകിച്ച് ആ അകാരണമായ സമാധാനം ഉണ്ടെങ്കിൽ അത് താഴെ എഴുതി അറിയിക്കാമോ? എനിക്ക് സമാധാനം അനുഭവപ്പെടുന്നു എന്നോ അല്ലെങ്കിൽ ദൈവം എന്റെ കൂടെയുണ്ട് എന്നോ നിങ്ങൾക്ക് കുറിക്കാം. നിങ്ങളുടെ അനുഭവങ്ങൾ മറ്റുള്ളവർക്കും വലിയൊരു പ്രചോദനമാകും. ഈ വീഡിയോയോടുള്ള ഇഷ്ടം ഇതുവരെ അറിയിക്കാത്തവർ മറക്കാതെ അത് ചെയ്യുമല്ലോ. നമുക്ക് അടുത്ത അടയാളത്തിലേക്ക് പോകാം. 5. അപ്രതീക്ഷിതമായ സഹായങ്ങൾ. നിങ്ങൾ വഴിമുട്ടി നിൽക്കുമ്പോൾ, ആരും സഹായിക്കാനില്ലാതെ പകച്ചു നിൽക്കുമ്പോൾ, തീർത്തും അപരിചിതനായ ഒരാൾ സഹായവുമായി വരുന്നു. അതൊരു ഉപദേശമാകാം, സാമ്പത്തിക സഹായമാകാം, അല്ലെങ്കിൽ വെറുമൊരു പുഞ്ചിരിയാകാം. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ സഹായിക്കണേ എന്ന്. ദൈവം ആകാശത്തുനിന്ന് ഇറങ്ങിവരില്ല, മറിച്ച് മനുഷ്യരിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. ആ സമയത്ത് വരുന്ന വ്യക്തി, അതാരായാലും അവർ ദൈവത്തിന്റെ ദൂതനാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് കൃത്യസമയത്ത് അപ്രതീക്ഷിതമായ ഇടങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധാലുവാണ് എന്ന് മനസ്സിലാക്കുക. 6. ഒറ്റപ്പെടാനുള്ള ആഗ്രഹം. പണ്ട് നിങ്ങൾക്ക് ആഘോഷങ്ങളും ബഹളങ്ങളും സുഹൃത്തുക്കളോടൊപ്പമുള്ള കറക്കങ്ങളും വലിയ ഇഷ്ടമായിരുന്നിരിക്കാം. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സമയം ഒറ്റയ്ക്ക് ചെലവഴിക്കാൻ തോന്നുന്നുണ്ടോ? ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി പ്രകൃതിയോട് ചേർന്ന് ഇരിക്കാനോ അല്ലെങ്കിൽ വെറുതെ മൗനമായി ഇരിക്കാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇത് വിഷാദമല്ല, ഇത് ആത്മീയമായ വളർച്ചയുടെ ലക്ഷണമാണ്. ദൈവം നിങ്ങളെ ഒരു വലിയ മാറ്റത്തിനുവേണ്ടി ഒരുക്കുകയാണ്. പഴയ ശീലങ്ങളും പഴയ സുഹൃത്തുക്കളും പഴയ ചിന്താഗതികളും നിങ്ങളിൽ നിന്ന് കൊഴിഞ്ഞുപോവുകയാണ്. പാമ്പ് പടം പൊഴിക്കുന്നതുപോലെ നിങ്ങൾ പുതിയൊരു വ്യക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തോട് ഏറ്റവും അടുത്തു നിൽക്കാൻ കഴിയുന്നത് ഏകാന്തതയിലാണ്. ആ നിശബ്ദതയിലാണ് സത്യങ്ങൾ വെളിപ്പെടുന്നത്. അതുകൊണ്ട് ഒറ്റപ്പെടൽ അനുഭവപ്പെടുമ്പോൾ ഭയപ്പെടരുത്, അതിനെ ആഘോഷിക്കുക. നിങ്ങൾക്കുള്ളിലേക്ക് നോക്കാനുള്ള അവസരമാണത്. 7. സ്വപ്നങ്ങളിലൂടെയുള്ള സന്ദേശങ്ങൾ. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ബോധമനസ്സ് വിശ്രമിക്കുകയും ഉപബോധമനസ്സ് ഉണരുകയും ചെയ്യുന്നു. ഈ സമയത്താണ് ദൈവികമായ സന്ദേശങ്ങൾ സ്വീകരിക്കാൻ നമ്മൾ ഏറ്റവും യോഗ്യരാകുന്നത്. നിങ്ങൾക്ക് വ്യക്തമായ അർത്ഥവത്തായ സ്വപ്നങ്ങൾ ലഭിക്കുന്നുണ്ടോ? മരിച്ചുപോയ പ്രിയപ്പെട്ടവർ വന്ന് ആശ്വസിപ്പിക്കുന്നതായോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതായോ സ്വപ്നങ്ങൾ കാണാറുണ്ടോ? പല പുരാണങ്ങളിലും ചരിത്രങ്ങളിലും സ്വപ്നങ്ങളിലൂടെ ദൈവം സംസാരിച്ചതായി കാണാം. ആധുനിക മനഃശാസ്ത്രവും സ്വപ്നങ്ങളെ മനസ്സിന്റെ ആഴങ്ങളിലെ സത്യങ്ങളായാണ് കാണുന്നത്. അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ട സ്വപ്നം ഓർത്തെടുക്കാൻ ശ്രമിക്കുക. അതിലൊരു സന്ദേശം ഒളിഞ്ഞിരിപ്പുണ്ടാകും. 8. മറ്റുള്ളവരോടുള്ള അനുകമ്പ വർദ്ധിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്. മുൻപത്തേക്കാൾ ഉപരിയായി മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയാതെ വരുന്നുണ്ടോ? മൃഗങ്ങളോടായാലും മനുഷ്യരോടായാലും വല്ലാത്തൊരു സ്നേഹവും കരുണയും തോന്നുന്നുണ്ടോ? ബുദ്ധൻ പറഞ്ഞത് കരുണയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മതം എന്നാണ്. ദൈവത്തിന്റെ സ്വഭാവം സ്നേഹമാണ്. നിങ്ങളുടെ ഉള്ളിൽ ദൈവിക സാന്നിധ്യം നിറയുമ്പോൾ നിങ്ങളും സ്നേഹസ്വരൂപനായി മാറും. വഴിയിലുള്ള ഒരു പട്ടിണിപ്പാവത്തെ കാണുമ്പോൾ കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ സന്തോഷിക്കുക. നിങ്ങളുടെ ഹൃദയം ദൈവത്തിന്റെ ഹൃദയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഈ മാറ്റം നിങ്ങൾ ശരിയായ ആത്മീയ പാതയിലാണെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. പ്രിയ സുഹൃത്തേ, നമ്മൾ ഈ പറഞ്ഞ 8 കാര്യങ്ങളും എല്ലാവരിലും ഒരുപോലെ കാണണമെന്നില്ല. എന്നാൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ വിശ്വസിക്കുക, പ്രപഞ്ചം നിങ്ങളെ കൈവിട്ടിട്ടില്ല. ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ ഒരിക്കലും ഒരു ശിക്ഷയല്ല, അത് ഒരുക്കമാണ്. ഇരുമ്പ് തല്ലിപ്പഴുപ്പിക്കുന്നത് അതിനെ നശിപ്പിക്കാനല്ല, മൂർച്ചയുള്ള ആയുധമാക്കാനാണ്. അതുപോലെ ദൈവം നിങ്ങളെ കഷ്ടപ്പാടുകളിലൂടെ കടത്തിവിടുന്നത് നിങ്ങളെ ശക്തനാക്കാനാണ്. ബുദ്ധൻ ബോധിവൃക്ഷത്തിന് ചുവട്ടിലിരുന്നപ്പോൾ അനുഭവിച്ച അതേ സമാധാനം നിങ്ങൾക്കും ലഭിക്കും. വേണ്ടത് ക്ഷമയും വിശ്വാസവുമാണ്. കണ്ണുകൾ കൊണ്ട് കാണുന്നതിനേക്കാൾ ഹൃദയം കൊണ്ട് അനുഭവിക്കുന്നതാണ് സത്യം. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുന്നില്ല എന്ന് പരാതിപ്പെടരുത്. മറുപടി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രൂപത്തിലല്ല എന്ന് മാത്രം. ഇന്നുമുതൽ ചുറ്റുമുള്ള ചെറിയ കാര്യങ്ങളെ ശ്രദ്ധിക്കുക. കാറ്റിൽ ഇല അനങ്ങുന്നതിലും കുഞ്ഞിന്റെ ചിരിയിലും മഴത്തുള്ളിയിലും ദൈവത്തിന്റെ കയ്യൊപ്പുണ്ട്. നിങ്ങൾ സുരക്ഷിതനാണ്. നിങ്ങൾ സ്നേഹിക്കപ്പെടുന്നുണ്ട്. ഈ വാക്കുകൾ നിങ്ങൾക്കല്പമെങ്കിലും ആശ്വാസം നൽകിയെങ്കിൽ ഈ അറിവ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും പങ്കുവയ്ക്കുക. കാരണം ആശ്വാസം ആവശ്യമുള്ള ഒത്തിരി പേർ നമുക്ക് ചുറ്റുമുണ്ട്. മറക്കരുത്, ഇരുട്ടിന്റെ അവസാനം എപ്പോഴും വെളിച്ചമാണ്. നന്ദി.